ये क्या അണ്ണാ അണ്ണാ പാർക്കട എലക്ഷൻ അല്ല നിന്റെ പള്ള കയറ്റി തീർത്ത് ഇപ്പൊ ഇത്രേ ഉള്ളൂ ഇട് ഇതൊക്കെ എന്റെ അന്ന് അവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തട്ടിക്കളിക്കുന്ന ഇരുമ്പനെയാണെന്ന്. ഇരുമ്പിന്റെ അടി തലക്കടിച്ചു കേട്ടോ കറക്റ്റ് പറഞ്ഞു. വെടികൊണ്ട് വരണോ? എനിക്ക് ഹെൽമെറ്റ് ഉള്ളതെന്ന് ഓർമ്മയില്ല. അണ്ണന് ഹെൽമെറ്റ് ഇല്ല. എനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നല്ലേ മാമട്ടർ എന്റെ വെടി വെച്ചില്ല കേട്ടാ. ചന്ദ്ര എവിടെടാ? ഞാൻ ഗ്യാങ് ഹൗസിൽ എത്തി. ഞാൻ പുറത്തുനിന്ന് ഒരു കാര്യം വാ 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 വാ. ഗ്യാങ്സിനെ പുറത്താര പെണ്ണിനെ വെച്ച് ചിന്തിക്കുന്നത് ഗ്യാങ് ഹൗസിന് അകത്തല്ല പെണ്ണിനെ കയറ്റലെന്ന് പറഞ്ഞിട്ട് വെളി വെച്ചേക്കുന്ന നീ എന്തിനു ചോദ്യം ചെയ്യണം? സെക്കൻഡ് ഇനി ഉണ്ടല്ലോ ബോസിനെ താറ്റുമ്പോ കുറെ പേർക്ക് കൊള്ളും. ഇനി ബോസിനെ താറ്റുക. ഇനി ബോസിനെ അടുപ്പിക്കില്ല. ബോസിനെ ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞോ. ഇങ്ങോട്ടാ സീക്രട്ടാ എന്തായാലും ഞാൻ സീക്രട്ട് പറയാൻ ഞാൻ സീക്രട്ട് ഏജന്റോ? പറ. ഒഴുകി എന്ന് പറഞ്ഞപ്പോ അണ്ണാ ഇത് ഒരു 30 കണ്ണ് ഒരു ഗ്യാങ്ങിന് വേണം. പാവണ്ണ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ കാര്യമായിട്ട് കാണുന്ന ഒരു ഗ്യാങ്ങ. ഇത് മറ്റേ ഗ്യാങ്ങിന്റെ പേരെന്തായിരുന്നു നമ്മള് സംസാരിച്ചേ? മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് MRC പോലെ മഞ്ഞ ഡ്രസ്സുള്ള ആരാ? GNR അല്ലേ? MRC ഇല്ല XT പാവമാണെങ്കിൽ അവന്മാരുടെ അടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കിട്ട് വാറ് കളിച്ചാൽ മതി. പൈസ ഉണ്ടാക്കിട്ട് വാറ് കളിച്ചാ മതി. പറ്റുന്നു വാറ് കളിച്ചാ മതി. ഇടയ്ക്കൂടെ നൈസായിട്ടിട്ടേ നമ്മളെ അങ്ങ് ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇവിടെ ഇങ്ങനെ ഗേൾഫ്രണ്ടിനെ കുറിച്ച് ഇവിടെ നിൽക്കണേ. പറഞ്ഞാണ് ഞാൻ ഇവിടെ ഹീലെടുക്കാൻ വേണ്ടി വന്നതായിരുന്നാ. ഒന്ന് പറഞ്ഞ വില്ലുമോനെ ഗ്യാങ് ഹൗസിലോട്ട് വരുമ്പോ അവരുടെ അടുത്ത് കുറച്ച് മാറി നിൽക്കാൻ പറയണം കേട്ടോ. ഇവിടെ മാറുന്ന ഇവിടെ ആ വണ്ടിയുണ്ട് ആ ബാക്കിൽ അപ്പുറത്ത് അവിടെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഞാൻ അങ്ങനെയുള്ള ഞാൻ വിളിക്കാന്ന് ഗേൾസിന്. പിന്നെ നിന്റെ പൊണ്ടാട്ടിയും കൊച്ചും മറ്റേതൊന്നും ഇതിനകത്ത് കയറി വന്നാൽ അടിച്ച് ഞാൻ തിരിക്കും കേട്ടല്ലോ. ചന്ദ്രബോസ് നിന്റെ മറ്റേ തമിഴ്നാട് ബാലനും മറ്റേ അവരെല്ലാം ഇതിനകത്ത് കയറി ഇതിനകത്ത് വന്നാൽ അപ്പൊ അവിടെ ഇവിടെ അടിക്കും. ഇതേ സെയിം നടപടി തന്നെ അന്നേരം എടുക്കും. നിന്റെ തമിഴ്നാട്ടിലുള്ള ബാലൻ ഉദ്ദേശിച്ചത് കുട്ടി നിന്റെ പെണ്ണെ ഓർത്ത് വളക്കണ്ട ബാലെ മറ്റേ അവരൊക്കെ നോക്കിയാ പ്രസവിക്കും. എന്തൊക്കെ ഹലോ എന്താടാ പ്രസവിപ്പിക്കുന്നതാണ്. എന്താ മാഡിക്കിന്റെ പാട്ട് കേട്ടായിരുന്നോ? ഇല്ല എടാ ഞാനൊരു കാര്യം പറയാം. ഗ്യാങ് വണ്ടിയില് പെമ്പിളാരെ കേറ്റരുത്. ഇപ്പഴേ പറയുവാണേ ഗ്യാങ് വണ്ടിക്കകത്ത് പെമ്പിളാരെ കയറുന്ന കണ്ടാ ഞാൻ പിടിച്ച സസ്പെൻഡ് ചെയ്യേ. അണ്ണാ അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പിന്നെ കേറ്റിട്ട് കൂടി ഇല്ല. ചന്ദ്രന്റെ ഗ്യാങ് വണ്ടിയില് സൈഡിൽ അലീന ബാക്കിൽ എലി ചന്ദ്ര ഗ്യാങ് വണ്ടിക്കകത്ത് ഇനി എലിയോ നിന്റെ പെണ്ണുമ്പിള വല്ലതും കയറ്റി ഇതുവഴി സർക്കിട്ട് നടത്തുന്ന കണ്ടു കഴിഞ്ഞാൽ പിടിച്ചിറക്കി അടിക്കും അന്നേരം. കേട്ടല്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം.
കഴിഞ്ഞ ദിവസം ആരുടെയോ ഗ്യാങ് ഹൗസിന്റെ KVയുടെ ഗ്യാങ് ഹൗസിന്റെ ഇനാഗുറേഷന് പോയപ്പം നിന്റെ അതേ ഉടുപ്പ് ഇട്ട് മുടി അതുപോലെ വെട്ടി ആ കൊച്ചു കുണ്ട ഞങ്ങളുടെ കൂടെ കയറി വന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാണ് എന്റെ ഞാനില്ലെങ്കിൽ ഗ്യാങ്ങിനൊരു ഒരു ഭയങ്കര നെഗവല്ലേ അണ്ണാ നീ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, സന്തോഷത്തോടെ ഞങ്ങൾ അതിന് പൊക്കോണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് നിന്റെ മോൻ വലിഞ്ഞു കയറി വന്നത് അവിടെ, മനസ്സിലായ? എന്റെ മോൻ എല്ലാരും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കണ്ണാപ്പി. അതെന്താ കാരണം എന്നറിയോ? അത് അതിൽ തന്നെ ഉണ്ട്, നീ പറഞ്ഞതിൽ തന്നെ ഉണ്ട്, നിന്റെ മോൻ. അതുകൊണ്ടാണ് ആ ചെറുക്കനെ അങ്ങനെ ആക്കുന്നത് എല്ലാരും. നീ കാണിച്ചു വെച്ച നീ കാണിച്ചു കൊടുത്ത തന്തയിലാഴി എല്ലാം അതേപോലെ കാണിക്കുന്നുണ്ട് അവന്, മനസ്സിലായോ? പെണ്ണ് പോലില്ലടാ, നീ പെണ്ണ് പോലില്ല. നമ്മളിങ്ങനെ നല്ലൊരു മാഡിക്കിയുടെ പാട്ട് കേൾക്കാം. നിങ്ങൾ റിലേഷൻ ആയിരുന്നപ്പോലെ അവിടെ പോയിട്ടുണ്ട്. ചെറിയ ഡൗട്ട് ഇതാരുടെ പാട്ടാ? വീണ്ടും തൊട്ടും അടിപൊളിയാൽ നെഞ്ചിൽ തീയും പിന്നോട്ട് പോയാൽ പേര് ഒടിയും കണ്ണിൽ നോക്കിയാൽ ഭയം മുടങ്ങും വന്ന വഴിക്ക് ഞാൻ കടന്നിട്ടുണ്ട് ചവിട്ടിയ മണ്ണിൽ ഞാൻ നിലനിന്നിട്ടുണ്ട് പറയേണ്ട ഇനി ഞാൻ മതി വെറും അല്ല ഇത് കെട്ട ശൈലി എടുത്തു വയ്ക്കും എന്റെ ചുവടുകൾ പൊട്ടും മുന്നിൽ പിന്നോട്ട് നോക്കാൻ ഇനി വൈകും അടി പൊട്ടിയാൽ എന്റെ പേര് കേട്ടാൽ നിനക്കൊക്കെ അവന്റെ അടുത്ത മെസ്സേജ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. റൊമാൻറ്റിക് ആയിപ്പോയില്ലടാ, ഭയങ്കര അടുത്ത അണ്ണന്റെ ആണ് ഇറക്കുന്നത് നമ്മള്. അയ്യേ പോടാ അവിടുന്ന്. ഇപ്പൊ ചിന്നി അണ്ണന്റെ എടാ 21 പേരെ ഉള്ളൂടാ, 28 പേര് ലിസ്റ്റ് ഇട്ടിട്ട് ഇതിന് വീണ്ടും വീണ്ടും പറയണോടാ. മറ്റേ പ്രയോറിറ്റി ഇത് എടുത്തിട്ടില്ലേ? നമുക്ക് വേറെ അത് 4 പേരുള്ള ഒരു 4 പേരുള്ളവരുണ്ട്. എന്താ കേട്ടില്ല? GNR 4 പേരോ? എതിരെയുള്ള ഒരു 4 പേരുള്ളൂ സിറ്റിയിൽ. നമ്മൾ 4 പേരെ ഇത്രയും പേര് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ അവര് സ്റ്റിൽ ആണോ? ഇപ്പഴും ക്യൂലാണോ? 169 508 പേരുണ്ടോ സിറ്റിയിലുണ്ട് ഇപ്പൊ നിലവില്. നമ്മള് ഹോട്ടല് ഒന്നും പറയല്ലേ, ക്യൂല. ഇന്ന് മറ്റേ ഇത് നടക്കുന്നില്ലേ, മോണിറ്ററിങ് നടക്കുന്നുണ്ട്. എന്ത് നടക്കുന്നുണ്ട്? മോണിറ്ററിങ് കുറെ പേർക്ക് മോണിറ്ററിങ് നടക്കുന്നുണ്ട്. അപ്പൊ കുറെ പേര് കേറി കുത്തിരിക്കുന്നു. സ്റ്റിൽ 505 പേര് സിറ്റിയിലുണ്ട് ഇപ്പൊ 512. ആണോ? എന്ത് മോണിറ്ററിങ്? എന്തിന്റെ മോണിറ്ററിങ് എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആള് കൂടുതൽ ഫാമിലിന്റെ ആണോ അറിയത്തില്ല. എന്റെ അവര് മറ്റേ ലോബിലേക്കിട്ട് എത്തിയാൽ മതി. എല്ലാരും ഈ 118 169 നേരത്തെ കേറി കുത്തിരുന്ന സിറ്റുവേഷനുള്ള സമയത്ത് കേറിയിട്ടാ ഇവര് അതേ സ്റ്റിൽ അവസ്ഥയിൽ തന്നെ എല്ലാരും. അപ്പൊ തന്നെ വിളിക്കാം. എടാ സിറ്റിയിൽ എന്തിന്റെ മോണിറ്ററിംഗ് ആണ് നടക്കുന്നത്? എടാ ഇത്രയും പേരും ഇനി വരുന്ന 4 പേരുമാണ് പ്രീ വാറിന് കളിക്കുന്നത്. എനിക്ക് ലിസ്റ്റ് ഒന്നും ഇടാൻ വയ്യ. ഇത്രയും പേരും ഇനി വരുന്ന 4 പേരും
ശരി வந்து இதெல்லாம் இருக்கான் TDMல സാനിയ ഹലോ എവിടെ ഉണ്ട്? ഞാനിപ്പോ സെമിത്തേരിയുടെ ഡ്രസ് ഷോപ്പിൽ വന്ന സെമിത്തേരിയിൽ എന്തോ സെമിത്തേരിയുടെ അടുത്തുള്ള ഡ്രസ് ഷോപ്പിൽ വന്നതാണ്. ആണോ? ഒരു മിനിറ്റ് എടാ കണ്ണാപ്പി ഒന്ന് സംസാരിച്ചേ. കണ്ണാപ്പി ഒന്ന് സംസാരിച്ചാ എടാ കണ്ണാപ്പി നിനക്ക് ചെവി കേൾക്കണല്ലേ? എന്താ ഒരു മിനിറ്റ് ഇപ്പോഴാണല്ലോ സംസാരിച്ചത്. മൈക്ക് പോയാലോ? എടാ പോരാ, മൈക്കും കൊപ്പൊന്നും പോയില്ല. അണ്ണന്റെ ശബ്ദം അണ്ണ റേഡിയോ കേൾക്കണമെന്ന് കേൾക്കുന്നില്ല. എന്നോട് നോക്കിയേ. അണ്ണ വന്ന എന്താടാ അണ്ണ മാത്രം ഇവരൊക്കെ കുത്തില്ല. കണ്ണാപ്പി നിന്നെ വിളിച്ച നീയാണോ വാസു? സോറി പിന്നെ 30 പാവം പുള്ള. ഇല്ല ഗണ്ണ് കൊടുക്കുന്നില്ല ചന്ദ്ര, ഗണ്ണ് കൊടുക്കുന്നില്ല ചന്ദ്ര. ആർക്കാണേലും ഗണ്ണ് കൊടുക്കുന്നില്ല. അണ്ണ ഇന്നൂടല്ലോ മറ്റേ പോയിന്റ് ഇന്നൂടല്ലോ അണ്ണ പോയിന്റുള്ളൂ. ഗണ്ണ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഗണ്ണ് കൊടുക്കുന്നില്ല. അണ്ണ ഞാൻ പെട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര. അയ്യോ ഗണ്ണെങ്കിലും അണ്ണത്തെ വന്ന് വേണോ ഇനി അത് തിരിച്ച്? ഇല്ല എനിക്ക് വേണ്ട അണ്ണാ. ഈ അമ്മ കൂടെ അസുഖം കൊണ്ടാണ്. എന്തോ മാത്രം കാണുന്ന കേട്ടോ, എന്റെ കയ്യിൽ വന്ന് അറിയാതെ കേട്ടോ. അതാ പഴയ ഉന്നല. ഒരു സെക്കൻഡ് പറ അണ്ണ തമ്മിലുള്ള എടാ ചന്ദ്ര, എനിക്കറിയാം നീ പാവം കൊണ്ടൊന്നും ഒരു ഗ്യാങ്ങിനും കണ്ണു കൊടുക്കാൻ പോണില്ല, മനസ്സിലായ? നിന്റെ മനസ്സില് വേറെ എന്തോ വലിയ പ്ലാനാ. ഇത് റെന്റ് ഔട്ട് എന്ത്? അവർ റെന്റ് തരും. ഒന്നും വേണ്ട ഇല്ല, നമ്മുടെ ഗ്യാങ്ങിന്റെ കണ്ണ് നമ്മുടെ നമ്മളിങ്ങനെ മുരടിച്ച് പോകത്തുള്ളൂ. ഇവിടെ മുരടിച്ച് പോയാ മതി. ഗണ്ണിരുന്ന് പൂത്തൊന്നും പോത്തില്ലല്ലോ. പറയണ തോന്നേ മറ്റേ ഗണ്ണിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്നേ. അങ്ങ് പെട്ടെന്ന് പോവാന്ന്. അത് ഇവിടെ ഇരുന്നോട്ടെ, പുഴുത്ത് കൊടുക്കോട്ടെ. ഏത് പണി കൊടുക്കുന്ന ഇത് വേറെന്തോ ആണ്. ഇത് ഗണ്ണൊന്നും ഇതാക്കാനല്ല, മനസ്സിലായ? ഇത് ഒരു ഗ്യാങ് ചോദിച്ചിട്ടില്ല. ഏത് ഗ്യാങ്ങിനാന്ന് പറഞ്ഞു? ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞു. അല്ല മുച്ചിരി അവരോടല്ലേ ബിസിനസിന് നമുക്ക് ഇങ്ങനത്തെ നമ്മളെ കത്ത് കയറ്റില്ലേ? നമ്മളെ കണ്ടുവെച്ച് നമ്മളെ തല്ലൂലേ? ഇല്ല നമ്മളെ തല്ല, അതിൽ കാര്യമില്ല. അതിൽ കാര്യമുണ്ട്, എനിക്ക് കാര്യമുണ്ട്. അണ്ണാ നമ്മൾ അങ്ങനെയൊക്കെ എത്തിക്സ് ബിസിനസ് നടക്കൂല. ബിസിനസ് വേണം. ബ്രോ, നിങ്ങളെ ടിവിയുടെ ഗണ്ണ് ചോദിച്ചായിരുന്നോ? നമുക്ക് ഒരു 30 എണ്ണം വേണമായിരുന്നു. അവൻ തന്നോ? ഗണ്ണ് തന്നോ? ഇല്ല തന്നില്ല. തന്നില്ലല്ലേ? ഓ ഓക്കെ. ഇത് എന്ത്, നിങ്ങൾക്കിപ്പോ വാറടിക്കാൻ വല്ലതാണോ?
ഇപ്പഴത്തേക്കല്ല സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടാണോ? അതെ അതെ ആ, ഓക്കെ, ഇപ്പഴത്തെ അല്ല. ഓക്കെ, ഞാൻ ചോദിച്ചിട്ട് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. എടാ ചന്ദ്ര, അവർക്കിപ്പോ യാതൊരു റിക്വയർമെന്റും ഇല്ല. ഹലോ, ഇവിടെ ഉണ്ടോ? അവർക്ക് കണ്ണു വേണമെന്നാ? അവർക്ക് ഗണ്ണ് വേണ്ട, അവർക്ക് ചുമ്മാ സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണെന്ന്. അത് ഇവിടുത്തെ പോലെ കൊണ്ടുവന്ന് അവിടെ വെക്കാൻ. എന്ത് വ്യത്യാസമുണ്ട്? നിനക്ക് ഇവിടുന്ന് നിന്റെ അച്ഛന്റെ തലയുടെ സൈഡിൽ നിന്ന് ഒരു മുടി പറിച്ച് നിന്റെ തല വെച്ചാൽ എന്തേലും ഉപകാരം ഉണ്ടാവോ? അപ്പൊ ഇവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് ഒരുപോലാണ്. അവിടെ ഇരിക്കുന്നത് ഒരുപോലാണ്. മനസ്സിലായ? സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണ്. നമ്മളോർത്ത് വല്ല വാറ് വല്ലതും കളിക്കാനായിരിക്കും. അണ്ണാ, നമ്മൾ ഈ കിടക്കെങ്ങനെ തോക്കുവോ? നമ്മൾ തോക്കൂല. ഞാൻ കേട്ടെ, നമുക്ക് ഈ കാശ് വാങ്ങിച്ചാൽ പോലെ ഇവനെ ഈ GNR ഒക്കെ ഇവനെ അടിച്ചിട്ട് ഹോസ്റ്റേജ് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് വാറ് വെച്ചാലും വേണ്ടിയില്ല. ഇവന്റെ ഒക്കെ ഈ നാക്കില് ഞാൻ മുണ്ടൂര് കറക്കുമല്ല ഇവനെ ഡീപ്രമോട്ട് ചെയ്യണം, അതേ നടക്കുള്ളൂ. ഇവന്റെ ബുദ്ധി ചിലപ്പോ പറയാൻ പറ്റത്തില്ല. MRC ആയിട്ടൊക്കെ ഇപ്പൊ അടിയായോണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കത്തില്ലെന്ന് പറയും. 30 കണ്ണ് എണ്ണി വെക്കാൻ പറയാ. എന്താടാ പറഞ്ഞ് കണ്ണൊക്കെ എണ്ണി വെക്കാനുണ്ട്. സെക്കൻഡ് ഞാൻ പറയായിരുന്നു. നിനക്ക് തന്നെ 24 മണിക്കൂർ കണ്ടോണ്ടിരിക്കണമെന്നല്ലേ പറഞ്ഞേ? അത് തോന്നുന്നു. അതല്ല, ഒരേ നിർബന്ധം ശരിക്കും വന്നപ്പോ കാണണമെന്ന്. അതെ 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 അതെ. വിശ്വാസം ഇല്ലെന്നുള്ള തെളിവാണ് ഈ എല്ലാരും ഇവിടെ തന്നെ പുറകെ ഇങ്ങനെ വരിക എന്ന് പറയണത്. കാരണം എന്താണെന്നറിയോ ചേക്കെ? കാരണം ഗ്യാങ് ഹൗസിൽ നിന്ന് കുറെ ഗണ്ണൊക്കെ എടുത്ത് കട്ട് മുടിപ്പിച്ച ഒരേ ഒരു ഗ്യാങ്ങിന്റെ കോലീഡർ ഇവ മാത്രമായിരിക്കും. ഇവനൊക്കെ ഏതാടാ ഇവൻ? എന്റെ ആളാ, അവൻ എന്റെ റൈറ്റ്, എന്റെ അരിമ മകൻ. അല്ല, എന്തിനായിരുന്നു വന്ന ഷേക്ക് പറഞ്ഞേ? അല്ല ഷേക്ക് എന്തിനായിരുന്നു വന്നേ? കുറച്ച് ഉടായ്പാണ്. സംഭവം ഇത് അങ്ങനെ കൊടുക്കാറില്ല. ചന്ദ്രനായതുകൊണ്ട് പിന്നെ ഞാൻ 2.5 തന്നതാ. എന്താ കൊടുത്തത്? വൈറ്റ് മണി തരാന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അല്ലല്ല ഒന്നുകൂടെ ഒരു കാര്യം. ഡീലൊക്കെ നിങ്ങൾ തമ്മിലാണേ. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇവൻ ചെയ്യുന്ന കള്ളത്തരത്തിന് TV ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത് ഞങ്ങൾ തരുന്നൊരു ഞങ്ങളുടെ സൈഡിൽ നിന്ന് തരുന്ന ഒരു ഇതാണ്. ഞങ്ങൾ പറയുകയാണ് ഇതിന്റെ പേരിൽ TV ആയിട്ട് യാതൊരു വിധ സംസാരത്തിനും നിങ്ങൾ സംസാരിക്കരുത്. ഇവൻ കള്ളന, ഇവന്റെ തന്ത അതിലും വലിയ കള്ളന. ഇതൊരു ഡിസ്ക്ലൈമർ പോലെ ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്റെ കാശ് കൊണ്ട് ഉതുക്കി നോക്കിയ ഇത് കള്ള കാശല്ലേ ഇത് ഞാൻ തരാൻ പോണത്. റിയൽ മണി. ബാക്കിയെല്ലാരും തിരിച്ചു പോരെ. എന്തോ വലുത് പ്ലാൻ ചെയ്ത് അണ്ണന്റെ പേരിലല്ലേ എണ്ണേ പത്രമൊക്കെ? ഇത്രയും കള്ളത്തരം കാണിക്കുന്നതിന് ഒരു പത്രം ഉണ്ടാക്കാനാണോടാ പാട്? പത്രം എന്തിനാ? അണ്ണനെ കുളിപ്പിച്ച് കിടത്തിയോ? കളർ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവച്ചിട്ടുണ്ടോ? അതെ, ചില അവന്മാരൊക്കെ കുടിപ്പിച്ച് കിടത്തി ഒരു വണ്ടി തലയിൽ അടിച്ചു തന്നത്. അതുപോലെ കൊണ്ടുപോകും ഓരോരുത്തന്മാര്. എന്തിന് കള്ളന്മാരെന്ന് പറയണേ? കണ്ണടച്ച് തുറന്നപ്പോഴെത്താ ഒരു വണ്ടി, ഒരു താറ്. തിരിച്ചു വന്നേ പറയാം. ഇനി അണ്ണന്റെ വണ്ടിയില്ല, അണ്ണ ഒരു 4 പെട്രോൾ അടിക്കും. പിന്നില്ലാതെ ഓർമ്മയില്ലായിരിക്കുമോ? ഇതെങ്ങനെ എണ്ണിക്കാൻ പറ്റൂല ഇരുന്ന് കഴിഞ്ഞാ? ഹലോ ഹലോ സനിയ, ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം നടന്നപ്പോ പെട്ടെന്ന് കട്ട് ചെയ്തതാണേ. എവിടെ ഉണ്ട് സാനി ഇപ്പം?
ഞാനിപ്പോ ഡ്രസ് ഷോപ്പാ. ഏത് ഡ്രസ് പിൻകോഡ് നോക്കാം. 7166. 7166. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. ബോബ് ഇട്ടിരിക്കകം ഒന്ന് വന്നേ, ഒന്ന് വന്നേ. വാ വാ വാ. പോസ്റ്റൽ കോഡ് എത്രയാണ്? പോസ്റ്റൽ കോഡ് 7166 അല്ലേ? പാർട്ടി തുടങ്ങിയപ്പോഴേ. ഹലോ, കേക്കാവോ? ഒന്ന് മാറിയടാ. അഹങ്കാരിയല്ല. എങ്ങോട്ടാണ്? പഴയൊരു ചിക്കുണ്ട്, പരിചയത്തിലുള്ള ചിക്കുണ്ട്. ചിക്കിനെ ഒന്ന് കാണാൻ വേണ്ടി പോവാ. ആരാണ്? സാനിയ. അറിയുന്നതാണോ? എല്ലാവർക്കും പെണ്ണുണ്ടോ? എനിക്ക് അതിന് മാത്രമേ ഇല്ലാതുള്ളൂ. എനിക്ക് പെണ്ണൊക്കെ ഉണ്ട്. പോയാ നിന്റെ പിന്നെ പോയി. അത് പിന്നെ വന്നിട്ടില്ലല്ലോ. എന്ത് പറ്റിയതായിരുന്നു? ഒരു പിടുത്തല്ല. ഒരു 5 ദിവസം ഇവിടെ വരായിരുന്നു. പിന്നെ കാണാനേ ഇല്ല. ആളല്ല ഇവിടെ. വേറെ ആരെങ്കിലും കൂടെ പോയതാണോ അതോ? അത് ബോബോയ് അവിടെ ആരോടെ കണ്ടെന്നത് ഞാനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ബോബോയ് ആയതുകൊണ്ട് നമ്മളെ തളർത്താനില്ലാണോ നോക്കുള്ളത്. നിനക്ക് ഇപ്പോഴും ട്രസ്റ്റ് ഉണ്ടോ തിരിച്ചു വരുന്നത്? ഞാൻ പിന്നെ പാർട്ടിയൊക്കെ തുടങ്ങിയിലാണ്. ഇനി തൃശ്ശയെ പോലെ ആരെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണം ദീപിക്കൊക്കെ വേണ്ടിട്ട്. തൃശ്ശയെ പോലെ എനിക്ക് ഇഷയെ നോക്കും തൃശ്ശയാക്കാൻ, പക്ഷെ നടന്നില്ല. എന്താ പറഞ്ഞ തുപ്പി ഇഷ ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. വേറെ വിഷയമാണ്. അപ്പൊ പിന്നെ ബോബോയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ അവന് വേണ്ടി വിട്ടുകൊടുത്തു. എന്നിട്ട് ബോബോയ്ക്ക് സെറ്റായോ? ഇല്ല, അവനെ തുപ്പി. അവനേന്ന് ഞാൻ ബോബോയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തമ്മ. എന്ത്? ഒട്ടും ആരോഗ്യമില്ലാത്ത ബോബോയെ ഞാൻ ആരോഗ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞു. അന്ന് എങ്ങനെ? അതല്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒട്ടും ആരോഗ്യമില്ലാത്തവന് ഞാൻ ആരോഗ്യമന്ത്രിയാക്കാന്ന്. വാഗ്ദാനം. പിന്നെ സ്കൂളിൽ പോലും പോകാത്ത കണ്ണാപ്പി വിദ്യാഭ്യാസ മന്ത്രിയാക്കാന്ന് പറഞ്ഞു. ഹലോ, ആരോ ചത്തുപോയി. അണ്ണൻ കൊന്നേ. അയ്യോ കുട്ടി, അയ്യോ ഇത് കേസായി. ഹലോ കുട്ടി, ഇത് അലീനല്ലേ ചന്ദ്രനാ? അല്ലല്ല, ഇത് അലീനൊന്നും അല്ല. ഇതിനി കുഴപ്പമില്ല. എന്ത് സ്നേഹമുള്ള ആൾക്കാർ. കുട്ടി ഓക്കെ ആണോ? ചത്ത് കിടക്കുന്ന ആള്. ഈ കുട്ടി ഇത് ഒറ്റയ്ക്കുള്ളായിരുന്നു സ്കൂട്ടറില്? അല്ല, കുട്ടി ഒറ്റയ്ക്കുള്ളായിരുന്നു. ഹലോ, ആംബുലൻസ് ഒന്നും തലയില്ല, കൊല തലയിലാവേ. നമ്മളെങ്ങനെയാടാ ഒരാളെ ഇടിച്ച് വഴിയിലിട്ടിട്ട് പോണേ? ഇല്ലടാ, നോ ഫ്രണ്ട് ഉണ്ടെന്ന്. അപ്പൊ ഫ്രണ്ടിനെ കൊന്നെണ്ണൻ. ഇത് ഫ്രണ്ടിന്റെ ബാഡി എന്ത് ചെയ്തിട്ട് പനേര വണ്ടിയിൽ കറുത്ത ഞാൻ ഇവിടെ അടുത്തുണ്ട്. ഫ്രണ്ട് കിട്ടി. ബ്രോ, ഒരാളെ ആക്സിഡന്റ് ആയി മരിച്ച ഇട്ടിട്ട് ഓടലാണോ പരിപാടി ബ്രോ? അവരുടെ കൂടെ ആണല്ലേ? അമ്മാതിരി ഇടിയല്ലേ ഇടിച്ചത്. നമ്മുടെ കണ്ണി കാണാനേ പറ്റിയില്ല ഏട്ടാ. നമ്മുടെ കണ്ണി കണ്ടില്ല. നമ്മള് അവിടെ എത്തിയപ്പം മറ്റേ ചത്തുപോയതിന്റെ സിമ്പിള് കാണിച്ചേ. അണ്ണനൊരു കില്ല് കിട്ടി. അങ്ങനെയാണ് തിരിച്ചു വന്നത്. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്ന വഴിയാ? മുതുക്കിലോട്ട് പോണ വഴി. അല്ല, എവിടെ പോയിട്ടാണ് മുതുക്കിലോട്ട് വന്നത്? വണ്ടിയിലാ വർക്ക് ചെയ്യണേ. അവിടെ നിന്ന് വർക്ക് കഴിഞ്ഞ് വന്നതാ. എന്ത് വർക്കാണ് ചെയ്യണത് രണ്ടുപേരും? ഒരാൾ അയ്യത്തറിഞ്ഞല്ല ബ്രോ. കണ്ടില്ല, റോട്ടില് നടക്കുന്നുണ്ട്. സോറി നമ്മുടെ മിസ്റ്റേക്കാണ്. സൈഡിലോട്ട് ഫുട്പാത്തിലോട്ട് കയറ്റിക്കാം.
വിട്ട് കളയണേ ഞാൻ കയറി കൊയ്ക്കാത്ത കൊരിക്കല്ലേ വിട്ട് കളഞ്ഞേ സാറിന് നമ്മളെ വണ്ടി ഇടിച്ചവന്മാര് ബ്രോ റോഡിൽ നിന്ന് മാറിക്കണേ ആ ശവത്തിന് കാവലിരുന്ന ശവമാവേ അപ്പൊ കേക്കാം ഇനി ആള് കേറിയിട്ടില്ല. അവര് പറയുന്നത് 25 പേരായാലും അവര് അടിച്ചാൽ മതിയോന്ന് ചോദിക്കുന്നുണ്ട്. അവരിപ്പം ഗ്യാങ്സിന്റെ ഫ്രണ്ടിലോട്ട് വരാന്ന് പറഞ്ഞു സംസാരിക്കാൻ. എന്താ 25 പേരെ 10 പേരെ വെച്ച് അടിക്കാനാ? അവര് 10 പേരൊക്കെ ക്യൂലാണ്, ആൾക്കാര് കേറുന്നുണ്ട്. പക്ഷെ കേറാൻ അങ്ങനെ കളിക്കാൻ താല്പര്യം അങ്ങനെ എന്തിനാ അപ്പൊ കളിച്ചിട്ട് അവരുടെ ആള് കേറാൻ പറ, നമ്മള് വെയിറ്റ് ചെയ്യുമല്ലേ. അവര് സംസാരിക്കാൻ വരാന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പോയി വാസുവിനെ വിളിക്കാം. ഞാനും കണ്ടില്ല, സോറി. അയ്യോ വണ്ടിയുടെ ബാക്ക് സീറ്റിലിരിക്കുന്ന കുട്ടി കണ്ടാലേ ഒന്നും ചെയ്യാനില്ലല്ലോ. കണ്ടതേ ഇല്ല. ഞാനും അറിയാതെ പറ്റി പോയതാ കുട്ടി, എന്ത് ചെയ്യാൻ പറ്റും. ഇരിക്കാം നമ്മള് ഇടിച്ചു കൊന്നിട്ടേ. എന്താ അങ്ങനെ അടിക്കണോ? അങ്ങനെ അടിക്കണമെങ്കിൽ എന്തുകൊണ്ട് നമുക്കില്ല? വേണ്ടെന്ന് പറയണ മനസ്സിലാക്ക്. നല്ല കാര്യം. ആരെങ്കിലും ആംബുലൻസ് ഒന്ന് വിളിക്കുവോ? ട്രക്കൊക്കെ ഒന്ന് വഴി നിർത്തണം. ബ്രോ ഒന്നുമില്ല, ഈ വണ്ടി ഒന്ന് ഒതുക്കിയിടുവോ? ഇവിടെ ഭയങ്കര തിരക്കാവും, അതുകൊണ്ട് ഒന്നും തൂക്കിയിടുവോ? ബ്ലോക്ക് ആവും. നമ്മളെ ആലീസേ എല്ലാ പെണ്ണുങ്ങളും ആലീസെ ഒന്ന് എന്താ വരുവാ, അങ്ങോട്ട് വരുവാ. അത് കുഴപ്പമില്ല. എന്താ കുട്ടിയുടെ പേര്? കുട്ടിയുടെ പേരെന്താ? ഐഡിയ എന്താ? സൈഡി. ഓ ഹായ് സൈഡി. ഓക്കെ അല്ലേ സൈഡി? ഞാൻ അറിയാതെ തട്ടിയതാണ് കേട്ടാ. എന്റെ പേര് പരുന്തുവാസു. ഇവിടെ ഈ ഓഷ്യൻ ഹൈവേയിലൊരു അങ്ങോട്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ KVയുടെ ഗ്യാങ് ഹൗസ് കഴിയുമ്പോൾ ഒരു TVയുടെ ഒരു ഗ്യാങ് ഹൗസ് ഉണ്ട്. അതാണ് തെക്ക് ഭാഗത്തായിട്ട് നമ്മുടെ ഒരു ഗ്യാങ് ഹൗസ് ഉണ്ട്. ആ ഫാമിലിയിലെ ലീഡറാണ് പരുന്തുവാസു. എത്ര നാളായി സിറ്റിയിൽ വന്നിട്ട്? കുറെ നാളല്ലേ? പക്ഷെ ഞാൻ ഇതുവരെ CD കണ്ടിട്ടില്ല. അവന് പിടിക്കുന്നില്ല കേട്ടോ, അവന് പിടിക്കുന്നില്ല. എന്തായാലും CD ടേക്ക് കെയർ. ഓക്കെ ശരി, കാണാം. സഹിക്കുന്നില്ല അവനെ. പോയിട്ട് വരാം. നന്ദിയുണ്ട്. നമസ്കാരം. അവളുടെ കൂടെ വന്ന അവനങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ സംസാരിച്ചു സത്യത്തിൽ അപ്പോഴേ വണ്ടി കയറി മൊഹമൊക്കെ മാറി കേട്ടാ. ഞാൻ കണ്ട്. അല്ലെങ്കിൽ നമ്മളൊന്ന് രക്ഷപ്പെട്ട ആരെങ്കിലും കണ്ടോട്ട് നല്ല കാര്യം. സത്യം അങ്ങനെ. നമ്മളൊക്കെ എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നമ്മളിങ്ങനെ നിക്കണം. ഒറ്റത്തടിയായിട്ട് മരടിച്ച് മാമനെ പോലെ ഇങ്ങനെ നല്ലൊരു സ്ഥലത്ത് പോകുമ്പോൾ ഡ്രസ്സ് മാമ നല്ലതാണ്. ഇല്ല ഇവിടെ ഇല്ല. ആണോ? ഭീഷണിപ്പെടുത്താനല്ലേ? ഹലോ, ഞാനിവിടെ ഡ്രസ് ഷോപ്പിൽ എത്തിയായിരുന്നല്ലോ. ഡ്രസ് ഷോപ്പിലുണ്ടോ? പുറത്താണോ? ഞാൻ ഡ്രസ് ഇത് ഇപ്പൊ നാളത്തേക്ക് അടിക്കാൻ പറയാനോ? നാളത്തേക്ക് ആക്കണോ? കാരണം വസനെ അവർക്ക് കറന്റ് പ്ലേയേഴ്സ് ഇല്ല. അവർ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു. അവര് 10 പേരാണേലും അവരെത്ര പേരാണോ അവരെ വെച്ച് അടിക്കാൻ അവർ റെഡിയാണ്. അയ്യോ അങ്ങനെ അടിച്ചിട്ട് എന്ത് ചെയ്യാനാ പാപ്പ? അത് വേണ്ട. നാളത്തേക്ക് അടിക്കാൻ പറ. നാളത്തേക്ക് അടിക്കാൻ പറയാം.
ഹായ് സാനിയ, കൊറേ നാളായി കണ്ടിട്ടല്ലേ നമ്മള്. എന്തോ കേട്ടില്ല. സത്യം റോസ് ഡേ ഒക്കെയാണ് നമ്മള് ലാസ്റ്റ് കാണുന്നത്. അന്നൊരു പൂ തന്നിട്ട് പോയത് ഓർമ്മയില്ലേ? ഞാനാ പൂ ഇപ്പോഴും എന്റെ ബുക്കിൽ മടക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ശരിക്കും? യെസ്, ഇറ്റ്സ് ട്രൂത്ത്. ഇതെന്റെ ഫ്രണ്ടാണ്, അല്ല ഫ്രണ്ട് അനിയനാണ്, ബോബൂട്ടൻ. നക്ഷത്രം ബോബ് സ്റ്റാർ. നിങ്ങൾ പരിചയക്കാരായിരുന്നല്ലേ? ഓ, ഞങ്ങള് നേരത്തെ ഒരുമിച്ച് പരിചയമുള്ള ആൾക്കാരല്ലേ? സാനിക്കിപ്പോ സുഖാണോ? എന്താ ജോലി? എന്താ സിറ്റിയില് ജോലി? അങ്ങനെ ജോലിയൊന്നുമില്ല, ഫാമിലിയിലൊക്കെ കേറി. ഒരു സെക്കൻഡ് സാനിയ, നിങ്ങൾ സംസാരിക്കുന്ന സെക്കൻഡ്. ഹലോ എടാ, ഡ്രോപ്പ് ആക്കിയോ നാളത്തേക്ക് മാറ്റിയോ? ഇത് ഡ്രോപ്പ് ആക്കണം, നാളത്തേക്ക് മാറ്റണം. അല്ല, അവരാള് കേറുമെന്ന് ചോദിക്ക്. നമുക്ക് ഒരു അവര് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊറേ ഭാഗമായിട്ട് സോൾവ് ചെയ്യുന്നു. അപ്പൊ അവര് അവർക്ക് മനസ്സിലായില്ല എന്തെങ്കിലും പാടാവുന്ന രീതിയിൽ അങ്ങനത്തെ. ഇതിപ്പോ അതാ പറഞ്ഞു, ഇത് കൊറേ ആയിട്ട് സോൾവ് ചെയ്തോണ്ടിരിക്കുവോ? ഇത് കൊറേ ആയിട്ട് അതുകൊണ്ട് അവർക്ക് അവരുടെ പ്ലേസിന് പാടാവെന്ന് പറയുന്നത് സോൾവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതെങ്ങനെയാ അപ്പൊ ഈ 10 പേര് അടിച്ച് തല്ലുകൊണ്ട് പോകുന്നത്? എങ്ങനെയാ അവർക്ക് നാളത്തേക്കൊക്കെ? നാളെ ആണേലും പ്ലേസില്ല. ഈ 10 പേര് വന്ന് തല്ലുകൊണ്ട് കൂടുതൽ പാടാവത്തില്ലേ? അവരുടെ മെമ്പേഴ്സിന് പറഞ്ഞ 10 പേരെ വെച്ചാലും സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ബാഡ് ആകത്തില്ല എന്നുള്ള തോട്ടായിരിക്കും. അപ്പൊ അല്ല, നമ്മളപ്പോ എന്ത് 10v10 തന്നെ കളിക്കണോ? നമുക്ക് 25 പേർക്ക് ഇറങ്ങാം. പിന്നെ അതെന്തിട്ട് 10v10 ഒന്നും വേണ്ട. അതൊക്കെ എന്ത് 10v10? നമ്മൾ നമ്മുടെ ഗ്യാങ് അഡ്വാൻറ്റേജ് കളിക്കുന്ന സമയത്ത് 10 പേരെ വെച്ച് കളിക്കാണ്. നിങ്ങൾ എന്താ മണ്ടത്തര പറയണേ? സിറ്റുവേഷൻ നമ്മൾ ഡ്രോപ്പ് ആക്കാൻ പറയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറെ കാര്യം പറയട്ടെ. അവർക്കാണ് നമ്മളെ അടിക്കേണ്ടത്. ഇതാ ഓൾറെഡി ആയി. അപ്പൊ നമ്മളല്ലല്ലോ ഡ്രോപ്പ് ചെയ്യേണ്ട. അവർക്ക് അടിക്കണമെങ്കിൽ, നമുക്ക് നാളെ അടിക്കണമെങ്കിൽ ഓക്കെ ആണെങ്കിൽ അടിക്കാം. നാളെ പറ്റത്തില്ല. അവരുടെ 4 കൊച്ചു പിള്ളേരാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. പിന്നെ ബാക്കി 4 പേർക്ക് എന്നാ പിന്നെ വേറെ ഡ്രോപ്പ് ആക്ക. ഞാൻ ചോദിക്കായിരുന്നു സിറ്റിയിലെ പൊതുശല്യങ്ങളായിട്ട് പ്രപ്പോസ് ചെയ്തിരുന്നു. എന്തോ കേട്ടില്ല. സിറ്റിയിലെ പൊതുശല്യങ്ങളെ, സിറ്റിയിൽ ഇപ്പൊ കുറച്ച് അലജോസ് പരിഹാരമാരുണ്ട്, പ്രപ്പോസ് ചെയ്തില്ല ചോദിക്കുമായിരുന്നു. സത്യം. അതെ, എനിക്ക് തോന്നുന്നു സാനിക്ക് വേറെ ടിവിയുടെ പിള്ളേരായിട്ടൊന്നും വലിയ പരിചയമില്ല. അതുകൊണ്ടാണ് എന്തോന്നും സംസാരിക്കാത്ത. എന്തായാലും നാണം. സാനി ഇച്ചിരി ഇൻട്രോവേർട്ട്. CK മാരി ഉള്ളിലുണ്ട്. അയ്യോ, ആണോ? നമസ്കാരം CK മാരി. പറ. കഴിച്ചു സാനിയ. ഞാന് ഡ്രാഗൺ റോളും പിന്നെ ഒരു സ്മൂത്തി, സ്ട്രോബെറി സ്മൂത്തിയും. ഹെൽത്തിയാണ്. ഞാൻ കുറച്ച് ഡയറ്റിലും കാര്യങ്ങളൊക്കെയാണ്. ഫാമിലി മൊത്തം ഹെൽത്തിയാണ്. അണ്ണ അടുത്ത് കഫേ പോയിട്ടില്ല. വേറെ സംഭവം നീ വെളിയിൽ ഹലോ. സ്റ്റീല വരടാ. 2 കഷ്ണം ബ്ലാക്കാ. ഏത് കഫേലാണ് പോണ്ടേ? ഇവിടെ കോയി കഫേ ഇല്ലല്ലോ.
ഇവിടെ അതെങ്ങനെ ചോദിക്കും? ഞാൻ വിളിക്കാം. ആ കോഴിക്കഫേ. ആ ബോബേ എന്നാ കോഴിക്കപ്പ് ഇതാ തൊട്ട് ഫ്രണ്ടിൽ തന്നെ എടുത്തോട്ട് പോയാൽ മതി. നോക്കട്ടെ ആ സമയത്ത്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാനെന്നെ മടിയിരിക്കുന്നു. എനിക്കറിയാം ഞാൻ കൂടെ പൊക്കോ. ഞാൻ മടിയിരിക്കണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ. ഞാനൊരു അർജന്റ് മീറ്റിംഗിലാണ്, കോൺഫറൻസിൽ. എന്ത് പറ്റി? ആരാ കേട്ടില്ല? ആരാണ്? ആ ഓക്കെ. ഇത് വേറൊരു മീറ്റിംഗിലാടാ ചന്ദ്ര. ഹലോ. ആ പറ. ഞാൻ എന്ത് പറഞ്ഞു? അണ്ണ ഒരു മീറ്റിംഗിലാന്ന് പറഞ്ഞു, ഞാൻ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചോളാം. ബൈക്കിന് ഇടിച്ചായിരുന്നു. ഫ്രണ്ടിൽ കാണുന്നതാ. ഓരോരുത്തരുള്ള ആളുണ്ടല്ലോ. ഇവിടെ നാട്ടുകാർ മൊത്തം ഉണ്ടല്ലോ. എന്താ എന്തേലും കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ടല്ലോ. റൈറ്റ്. ഇത് ടോയ്ലറ്റാണ്. ഇത് വാറാവോ? സത്യമല്ലേ? ബാലനും എന്തോ വാസുവിനോട് പറയാനുണ്ടെന്ന്. വാസുവിന് എവിടെ തരുന്നേ? ബാലനാരും തല്ലണം. ആര് കൊണച്ച്? നോട്ടിലാണെന്നാ പറഞ്ഞേ. അവന്മാരിപ്പൊ എന്നെ വണ്ടി അടിച്ചിട്ട് പോയുള്ളൂ, പക്ഷെ അറിയാതാണ് വണ്ടി അടിച്ചെന്നാ പറഞ്ഞേ. എന്താ അവന്മാര് പറഞ്ഞേ? വണ്ടിയിലൊന്നും ഇടിച്ചിട്ടേ സോറി ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നോടിപ്പോ സോറി പറഞ്ഞു കേട്ടോ അവന്മാര്. പക്ഷെ നമ്മളോട് സോറി പറയാന്ന് പറഞ്ഞിട്ട് പോലും പറയാൻ പറ്റത്തില്ലായിരുന്നു. എന്നാ പിന്നെ ചോദിച്ചോ. ആ അല്ലല്ല, എന്റെ അടുത്ത് വന്ന നോട്ടല്ല കേട്ടോ, എന്റെ അടുത്ത് വന്ന് Z30. അയ്യോ ഒരു മിനിറ്റേ കുട്ടി. എന്താ അമ്മാരെന്താ പറഞ്ഞേ? എന്തേലും പറയണ്ട, ലീഡറെ വിളിച്ചോണ്ട് വരാനാ. ലീഡർ എവിടെ വരണമെന്ന് ചോദിക്കാൻ അവനോട്. നീ ചോദിച്ചോ ധൈര്യമായിട്ട് ചോദിച്ചോ. കുട്ടി വാ ഇങ്ങോട്ട്. അത് ചുമ്മാ നമുക്ക് എവിടെ ഇരിക്കാം? ഇത് എവിടെ ഇരിക്കാൻ പറ്റുന്ന? അകത്ത് ഞാൻ പുറത്തേക്കാണോ? കുഴപ്പമില്ല. അല്ല നിങ്ങൾ അകത്തോട്ടാണെങ്കിലേ ഞാൻ വിളിക്കാം. ചായ കുറ്റി എവിടെയാണോ അടുത്തിട്ടിരുന്നോ? ഞാൻ പോയിട്ട് ഓർഡർ ഇട്ടിട്ടാ. അണ്ണാ വെള്ളത്തിന് 50,000 രൂപയാണേ. ഇവിടുത്തെ കൂടിയ ഐറ്റംസ് ഒന്ന് പറയാമോ? കഴിച്ചായിരുന്നോ? ആണല്ലേ. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ആണല്ലേ. ഓപ്ഷൻ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി 2 ടർഫ് അടിച്ചെടുത്തിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ നമുക്ക് ഓൾറെഡി സിറ്റിയില് 2. യു ആർ എക്സ്ക്യൂസ്ഡ്. No, I just wanted your order. Can you? Yeah, sure. What do you have? Currently we are stocked with ramen and matcha milk tea. So how? What do you want? എന്താ കുട്ടിക്ക് വേണ്ടത്?
അതിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ പറഞ്ഞു. അല്ല കുട്ടിയുടെ ഇഷ്ടത്തിന് പറഞ്ഞു, നമുക്ക് അതിനനുസരിച്ച്. ഇല്ല എനിക്ക് എന്തായാലും ഓക്കെ. എനിക്കൊരു ദിവസം കട്ടൻ ചായയും ബണ്ണുണ്ടോ? ബൺ ചേട്ടാ കട്ടൻ ചായ രാമനെ മാച്ചാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു 2 റാബിറ്റ്, അല്ല മേക്ക് ഇറ്റ് 3. ഓക്കെ 3 മാച്ച്. ഓക്കെ can you come here for a second? എന്റെ മാച്ചിൽ മധുരം വേണ്ട കേട്ടോ. എന്റെ മാച്ചിൽ മധുരം വേണ്ട. ഓക്കെ സാർ എന്നാളൂ സാർ ഞാൻ ഫുഡ് തരാം. കറന്റ്ലി ഇവിടെ ഒരു ഓഫർ നടക്കുന്നുണ്ട് 15 അത് ഞാൻ ഇപ്പൊ തരാം. ഓക്കെ യു ക്യാൻ ബോബേ മാക്കിന്റെ ഗേൾഫ്രണ്ട് ആണ് കേട്ടോ. മാക്കിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നോ? ആ ഉടനെ കല്യാണമൊക്കെ ഉണ്ട്. ഇപ്പതല്ല. പിന്നെ നിങ്ങളുടെ അവിടെ നിന്ന് എന്താ ഓർഡർ ക്യാൻസൽ ചെയ്ത് അന്ന് വാസന പറഞ്ഞായിരുന്നല്ലോ കൊണ്ടുവരാൻ? അത് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അന്ന് വന്നില്ലായിരുന്നു. പേരെന്താ ഞാൻ മറന്നുപോയി. ആര്യ എന്നെ വിളിച്ചില്ലായിരുന്നു അന്ന് അവിടെ വന്നപ്പോഴത്തേക്കിന് നമ്മളെന്തോ സിറ്റുവേഷനിലായി പോയി. ഞങ്ങൾ ഇപ്പൊ പരിചയപ്പെട്ടു. ഉറപ്പായിട്ടും അവര് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെയാണ്. സരി കിട്ടിയോ? സാനിയക്ക് കിട്ടി. നിങ്ങൾക്ക് എന്റെ കർസർ കാണാവോ? കർസർ കണ്ടോ ഇരിക്കുന്നേ? കർസർ ഇരിക്കുന്നത് കണ്ട?